Hi friends, welcome back to Colors Malayalam Stitching. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നെക്ക് ഡിസൈനുമായിട്ടാണ്. നമുക്ക് നൈറ്റിയിലും അതുപോലെ തന്നെ ചുരിദാറിലും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ഡിസൈനാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് വെച്ചത് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാൻവാസ് ഒരു 11 ഇഞ്ച് ലെങ്ത്തും ഫോൾഡ് ചെയ്ത് വെച്ച ക്യാൻവാസ് ഒരു 5 ഇഞ്ച് വിഡ്ത്തിലും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ നൈറ്റി പീസിന് മാച്ചായിട്ടുള്ള യെല്ലോ കളർ പീസും എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 8 ഇഞ്ചിൽ ഷോൾഡറും 8 ഇഞ്ചിൽ ആം ഹോളും അതുപോലെ തന്നെ ഒരു 12 ഇഞ്ചിൽ ചെസ്റ്റുമാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ക്യാൻവാസിനെ നമുക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ ലെങ്ത്തും മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വിഡ്ത്ത് ഞാനൊരു 2.25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ലെങ്ത്ത് ഒരു 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കതിന് ഇതുപോലെ ഒരു സ്ക്വയർ വരച്ചു കൊടുക്കാം. സ്കെയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിന് സ്ക്വയർ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതുപോലൊരു ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തു. ഇനി നമുക്ക് നെക്കിൽ നിന്നും തുടങ്ങി താഴോട്ടേക്കൊരു 4 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് 1 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 3.25 ഇഞ്ച് അതേ ഒരളവിൽ താഴെ നമുക്ക് 3.25 ഇഞ്ച് എടുത്തിട്ട് അവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുത്തിട്ട് അതിനൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്തിട്ടെടുക്കാം. സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ജോയിൻ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ആ ഒരു ലൈന് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ സെൻറ്ററിലൊരു മാർക്കിംഗ് കൊടുക്കാം. ആ ഒരു മാർക്കിംഗ് നമുക്ക് നെക്കിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. അവിടുന്ന് താഴോട്ടേക്കും ഇതുപോലൊരു ലൈന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ നെക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നും പുറത്തേക്ക് ഇതുപോലെ 1 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഇഞ്ചിൽ നമുക്ക് നെക്ക് വരച്ചെടുക്കാം. നമ്മൾ നെക്ക് വരച്ചെടുത്ത അതേ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ വരച്ചെടുത്ത നെക്കും അതുപോലെ തന്നെ ഈ ഒരു റൗണ്ട് ഷേപ്പൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പം ക്യാൻവാസ് നീങ്ങിപ്പോകാതെ ഇതുപോലെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തിട്ടെടുക്കുക. വളരെ ഈസിയാണ് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക്
കട്ട് ചെയ്തപ്പോൾ ഇതുപോലെ നെക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 2 പീസ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു നെക്ക് നമുക്ക് നൈറ്റിയുടെ പീസിൽ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. നൈറ്റി പീസ് ആദ്യം ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഈ ഒരു നൈറ്റി പീസിൽ ഒട്ടിച്ചിട്ടെടുക്കാം. അപ്പോൾ നൈറ്റി പീസ് ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഗ്ലൂ ഉള്ള ഭാഗം തുണിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചിട്ടെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ നമുക്ക് ഇതുപോലെ വേറൊരു കളറിൽ ഒട്ടിച്ചിട്ടെടുക്കാം. നമുക്ക് ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. എക്സ്ട്രാ തുണിയൊന്നും ബാക്കി വെക്കാതെ നമുക്ക് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ 2 വശത്തും ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ടുള്ള ഒരു പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ പൈപ്പിംഗ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം സ്റ്റിച്ചിന് തട്ടാണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ മറിച്ചിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ രണ്ടാമത്തെ വശത്തും ഇതുപോലെ തന്നെ പൈപ്പിംഗ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഈ ഒരു പീസിൽ നമ്മൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ രണ്ടാമതൊരു പീസും ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു വശത്ത് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തുനിന്ന് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ മറിച്ചിടാം. ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ എല്ലാ സൈഡിലും ഈ ക്യാൻവാസ് തട്ടുന്ന ഭാഗത്ത് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള 4 വശവും ഇതുപോലെ തുണിയൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് ആ ക്യാൻവാസ് തട്ടുന്ന ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മാർക്ക് ചെയ്ത അതിന് മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതുപോലൊരു 3-4 പീസ് എടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് അറ്റം സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു പിൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു 4-5 എണ്ണം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അത് നമുക്ക് ഈ ഒരു പീസിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഈ ഓരോ പീസും ഒന്നിനൊന്ന് താഴെയായിട്ട് ഒരേ ലെവലിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത് വെച്ച നെക്ക് ഈ ഒരു പീസിൻ്റെ മുകളിൽ നമുക്കിതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 പീസും ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് നൈറ്റി പീസിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പീസ് ഇതുപോലെ സെൻറ്ററിലൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്ത നെക്ക് ഡിസൈനും ഇതുപോലെ സെൻറ്ററിലൊന്ന് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ നെക്ക് ഒന്ന് ഈ ഒരു തുണിയിൽ നമുക്ക് മാർക്ക് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നമുക്ക് 2 വശത്തെ നെക്കും മാർക്ക് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈ ഒരു പീസ് നൈറ്റിയിൽ
ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നൈറ്റിയുടെ സെൻറ്ററിലും അതുപോലെ തന്നെ ഈ പീസിൻ്റെ സെൻറ്ററിലും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത ആ വരക്ക് മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗത്ത് സ്റ്റിച്ചിന് തട്ടാണ്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചെയ്ത് വെച്ച ഡിസൈന് ഇതുപോലെ നൈറ്റി പീസിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ആ ഒരു ഡിസൈന് മുഴുവനായിട്ട് നമുക്ക് നൈറ്റിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല നീറ്റിൽ തന്നെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചുരിദാറിനും കുർത്തിക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള പൈപ്പിംഗ് ഒഴിവാക്കി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.